നമ്മൾ പതുക്കെ പതുക്കെ വേണം പതുക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇതിന്റെ പൊടിച്ച രൂപമാണിത് അതെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. തൈലം ഉപയോഗിച്ചാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാം. മുൾട്ടാണി മിട്ടി ഇരിപ്പുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണ് ബീ വാക്സ്. തേനീച്ചയുടെ കൂടിൽ നിന്ന് എടുക്കുന്ന മെഴുക് അല്ലേ? ഓ മെഴുക്. തൈലവും അതുപോലെ തന്നെ നമ്മുടെ ഈ മുൾത്താനി മിട്ടിയും ചേർന്ന് കഴിയുമ്പോൾ ഒരു ആയുർവേദിക് ഒരു എഫക്റ്റ് കൊണ്ടാണ് നമുക്ക് ഈ സോപ്പിനുള്ള ഗുണങ്ങളൊക്കെ കിട്ടുന്നത്. അതെ, ഓൾറെഡി നമ്മൾ ഇപ്പൊ പ്രോസസ് ചെയ്ത സോപ്പാണല്ലോ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. നേരത്തെ നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് മോൾഡിൽ പിടിച്ച ഓരോ മോൾഡുമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, മൃത്തികാ സ്നാനം എന്ന് പറഞ്ഞ ഒരു പഴയ ഒരു കോൺസെപ്റ്റ് നിന്നാണ് നമ്മൾ ഈ മഡ് സോപ്പിലേക്ക് എത്തുന്നത്. ഇവിടെ നമ്മൾ ഇത് നമ്മുടെ കറ്റാർ വാഴയുണ്ട്, ആര്യവേപ്പിന്റെ ഇലയുണ്ട്, ആര്യവേപ്പിന്റെ തൊലിയുണ്ട്. ആര്യവേപ്പിന്റെ ഇലയും തൊലിയും ഉപയോഗിക്കുന്നു, രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ എല്ലാത്തിന്റെ എന്താ എടുക്കുന്നത്? സത്ത ഇതിന്റെ എല്ലാം ചിലതിന്റെ കഷായമായിട്ട് എടുക്കും, ചിലതിന്റെ പേസ്റ്റ് ആക്കി എടുക്കും. ഓ, വലിയ പ്രോസസിംഗ് ആണ്. ക്ലീൻ ചെയ്ത കറ്റാർ വാഴ നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ ജ്യൂസ് എക്സ്പെല്ലർ മെഷീനിൽ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഓ, ഇതിങ്ങനെ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തില്ലേ? ഇതിന്റെ എക്സ്ട്രാക്ട് മാത്രം എടുക്കും. ഇതൊക്കെ സംഭവിച്ചു. ഇതിനോടൊപ്പം തന്നെ ഇവിടെ രണ്ട് സാധനം പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടാമോ? ഇതാണ് സംഭവം. ഇതെന്താ സാധനം? ഒരു സ്പെഷ്യൽ ഗോൾഡ് തന്നെയാണ് ഇതാണ് മഡ്, മുൾട്ടാണി മിട്ടി എന്ന് പറയും. മുൾട്ടാണി മിട്ടി അല്ലേ? ഫുള്ളേഴ്സ് എർത്ത് എന്നും ഇതിനൊരു പേരുണ്ട്. എന്താണ്? ഫുള്ളേഴ്സ് എർത്ത്. ഈ സംഭവം ആണ് ഈ പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാന മെയിൻ ഇൻഗ്രീഡിയൻസ് അല്ലേ? ഇതാണ് നമ്മൾ ആക്ച്വലി മഡ് കുളി എന്ന് പറയുന്ന സാധനത്തിന്റെ. അതെ, നമ്മുടെ മൃത്തികാ സ്നാനത്തിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതാണ്. ഓ, ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ ചെയ്യുന്ന എന്താണത്? നമ്മൾ കഷായത്തിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്യാണ്, നമ്മൾ എക്സ്ട്രാക്ട് എടുക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ നേരത്തെ അവിടെ അരിഞ്ഞെടുത്തതൊക്കെ അല്ലേ? ആര്യവേപ്പും അതുപോലെ തന്നെ ആര്യവേപ്പിന്റെ തോലും കറ്റാർ വാഴയും ഒക്കെ അല്ലേ? ഓ, ഇത് ഈ കുക്കറിൽ കിടന്നിട്ട് പതുക്കെ വെന്ത് ഇതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആ വെള്ളത്തിലേക്ക് ലയിച്ച് ചേർന്നിട്ട് അതെടുത്തിട്ടാണ് നമ്മൾ തൈലത്തിലേക്ക് ചേർക്കുന്നത്. ഓ, അതിപ്പോ കുറെ സമയം എടുക്കും ആ പ്രോസസ്സിംഗ് അല്ലേ? അത് ഏകദേശം ഒരു 5-6 മണിക്കൂർ എടുക്കും. അതപ്പോ നടക്കട്ടെ. ഓ, ഇത് നമ്മൾ ഇട്ടതൊക്കെ പച്ച നിറത്തില് തിരിച്ചു വന്ന ചുവപ്പല്ലേ? അതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് എല്ലാം നമ്മൾ വാട്ടർ സോലുബിൾ ആണ്. ഓക്കെ. ഇതിപ്പോ ഫുള്ള് എക്സ്ട്രാക്ട് ഇറങ്ങി അല്ലേ? ഇത് കണ്ട, ഇതാണ് നമ്മുടെ കഷായം. ഈ കഷായം നമ്മൾ എന്താ ചെയ്യുന്നത്? കഷായം നമ്മൾ മെഡിസിനൽ പൗഡർ ചേർത്ത് അതിന്റെ കൽക്കം ആക്കിയിട്ട് നമ്മൾ എണ്ണയിൽ ചേർക്കും. നമ്മൾ തൈലം കൽപ്പനയിൽ അതിൻ്റെ അകത്ത് ഒരു ഭാഗമാണ് സ്വരസം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ടും കൽക്കത്തിന്റെ ഒപ്പം ചേർക്കാനും ആയിട്ടാണ് നമ്മൾ ഈ കഷായം എടുക്കുന്നത്. ഓ, കഷായം എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കഷായം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തൈലത്തിലേക്ക് പോവാം. ഇത് നമ്മുടെ കറ്റാർ വാഴയുടെ ജ്യൂസ് ആണ്. കറ്റാർ വാഴ ജ്യൂസ് ഫ്രഷ് ആയിട്ട് നമ്മൾ കറ്റാർ വാഴ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ജ്യൂസ് ആണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പൊടിയുടെ അതിന്റെ റോ മെറ്റീരിയൽ ആണിത്. ഇത് എന്തൊക്കെയാണ് സംഭവം? രാമച്ചം, ഉണക്കമഞ്ഞൾ, ഇരട്ടിമധുരം, കരിഞ്ജീരകം, ദേവദാരം, നാൽപ്പാമരം, ഇനിയും കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതിന്റെ തന്നെ പൊടിച്ച രൂപമാണ് ഈ ഇരിക്കുന്നത് അല്ലേ? ഓ, ഇതെല്ലാം ഡോക്ടർ പറഞ്ഞത് നമ്മൾ തന്നെ പൊടിക്കുന്നല്ലേ പറഞ്ഞത്? അതെ, നമ്മൾ തന്നെ പൊടിക്കുന്നതാണ്. ഇത് എന്താണ്? കഷായമാണ് കേട്ടോ. നമ്മൾ ആര്യവേപ്പിന്റെ തൊലി, ആര്യവേപ്പിന്റെ ഇല, കറ്റാർ വാഴ, അങ്ങനെ കുറച്ച് നമ്മൾ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന കഷായം. അത് നമ്മൾ നേരത്തെ മുകളിൽ കയറ്റി നമ്മൾ എക്സ്ട്രാക്ട് ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഈ ഫ്രഷ് എക്സ്ട്രാക്റ്റും നമ്മുടെ ഈ പൊടികളും ചേർത്തിട്ട് നമ്മുടെ ആയുർവേദത്തില് നമ്മൾ തൈല കൽപ്പനയിൽ പറയുന്ന കൽക്കം നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ അടുപ്പ് കിടക്കുന്നത് എന്താണ്? ആക്ച്വലി നമ്മൾ പ്യുവർ കോക്കനട്ട് ഓയിൽ ആണ് അടുപ്പിലിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ പാകം ആവുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ വെച്ചാൽ ഹീറ്റ് ആയി വരുന്നതുള്ളൂ. ഇതിലേക്ക് നമ്മൾ കൽക്കം ചേർക്കും, സ്വരസം ചേർക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കറക്റ്റ് പാകമാവുന്ന സമയത്ത് അതുവരെ നമ്മൾ കുക്ക് ചെയ്യും. നമ്മൾ സ്ലോ കുക്കിംഗ് പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. ഡോക്ടറെ, അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോണത് എന്താണ്? നമ്മളിപ്പോൾ കൽക്കം തയ്യാറാക്കാൻ പോവാണ്. നമ്മൾ പൊടിച്ച മെഡിസിൻസിന്റെ അകത്ത് കഷായം ചേർത്തിട്ട് നമ്മൾ കൽക്കം തയ്യാറാക്കും. ഓക്കെ. ഇതിപ്പം ഉണക്കമഞ്ഞൾ അല്ലേ? മഞ്ഞൾപ്പൊടി. ഇത് ഇരട്ടിമധുരം അല്ലേ? വേപ്പിൻ പട്ട. ഓക്കെ. നാൽപ്പാമരമാണ് ഈ കാണുന്നത്. നാൽപ്പാമരത്തിൻ്റെത്. ദേവദാരം പൊടിച്ചത്. രാമച്ചം പൊടിച്ചത്. ഇത് കണ്ട, ഈ പറയുന്ന സംഭവമാണ് ഇപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത് തന്നെയാണ് ഇതിന്റെ പൊടിച്ച രൂപമാണിത് കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? അടുത്തായിട്ട് നമ്മൾ കഷായം ചേർത്തത് കൽക്കമായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓ, ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കഷായം അല്ലേ? ഓക്കെ. ആര്യവേപ്പൊക്കെ മറ്റേ ഇലയൊക്കെ നമ്മൾ കട്ടി എടുത്തുണ്ടാക്കിയ കഷായല്ലേ ഇത്? ഈ കഷായം നമ്മൾ കൽക്കമായിട്ട് അത് മാറ്റി. ഓ, ഇവിടെയാണ് ഇത് കൽക്കമാക്കി മാറ്റും എന്ന് പറഞ്ഞല്ലേ? ഓക്കെ. പണ്ടത്തെ കാലത്തെല്ലാം നമ്മൾ അരച്ചരച്ച് ഓരോന്നായിട്ട് എടുക്കുകയായിരുന്നു.
നമ്മളിപ്പോൾ എന്ന് പറയുന്നത് തീരെ വെള്ളം തൊടാതെ ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ കഷായത്തിലേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചോളൂ. ഓക്കെ, കൽക്കമായിട്ട് മാറ്റാം. വെറും പച്ചവെള്ളത്തിൽ ചെയ്യാതെ നമ്മൾ ഇതിൽ പച്ചവെള്ളത്തിൽ അരച്ചെടുക്കാം. അതിന് പകരം നമ്മൾ പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കഷായം ചേർത്തെടുക്കുന്നതാണ്. അപ്പോൾ അതിന്റെ പൊട്ടൻസി കൂടും, കുറച്ച് കൂടും. ഇനി നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് കയറാൻ സമയം അല്ലേ? അതെ, കൽക്കം ചേർക്കേണ്ട സമയമായി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അടിയിൽ ചെന്നിട്ട് അടിയിലത്തെ ഭാഗം കൂടുതൽ ചൂടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കത്ത് പിടിക്കും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇളക്കുകയും ചെയ്യണം. ആളൊരിക്കലും ഒരാളെപ്പോഴും ഇതിന്റെ അടുത്തുണ്ടാവും. ഒരാൾക്ക് മാറിപ്പോവാൻ പറ്റില്ല. ഈ തൈലം ചേർത്തിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓയിലിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ തൈലം ചേർത്തു, കൽക്കം ചേർത്തു. അടുത്തതായിട്ട് നമ്മൾ സ്വരസം ചേർക്കുന്ന സ്റ്റെപ്പായി. നമ്മൾ കൽക്കം ചേർത്തതിനാണ് നിറം ഫുള്ള് മാറിയിട്ട് ഒരു റെഡിഷ് നിറമായി അല്ലേ? അതൊക്കെ മരുന്നിന്റെ നിറമാണ്. ഇനി ഇതിലോട്ടാണ് നമ്മുടെ ഈ പറയുന്ന സ്വരസം വരുന്നത്. നമ്മൾ പതുക്കെ വേണം, പതുക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. കൽക്കമൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പോയി അടിഞ്ഞിട്ട് കരിയും. ഇതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആവണമെങ്കിൽ 2 ദിവസം എടുക്കും. നമ്മൾ സ്ലോ കുക്കിംഗ് ആണല്ലോ, എന്നാൽ മാത്രം നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം കിട്ടുള്ളൂ. ഇത് ചെയ്ത് പരുമല്ല ഫൈനൽ സ്റ്റേജ് അപ്പോൾ നമ്മൾ കാണാനാണെങ്കിലാ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് ഫൈനൽ സ്റ്റേജിൽ എത്തിയ പ്രൊഡക്റ്റ് ആണ്. ഇങ്ങോട്ട് നമുക്ക് കാണാം. ഏകദേശം ഇവിടെ ഫൈനൽ സ്റ്റേജ് ആണ്. ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് അല്ലേ? നേരെ അപ്പുറത്ത് കിടക്കുന്നത് 48 മണിക്കൂർ കഴിയുമ്പോൾ ഈ അവസ്ഥയിലെത്തും. അതിലെല്ലാ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും ഈ തൈലത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ വരുന്ന തൈലം എങ്ങോട്ടാ പോകുന്നത്? ഈ തൈലമാണ് നമ്മൾ ഇനി അവിടെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് ഏകദേശം ഫൈനൽ ആയെന്ന് പറയാം അല്ലേ? അല്ല, സെക്കൻഡ് പ്രോസസ്സ്. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ എല്ലാം എക്സ്ട്രാക്ട് എടുത്തത്, തൈലം ഉണ്ടാക്കി തൈലം ഉപയോഗിച്ചാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ സോപ്പ് മേക്കിംഗ് എടുത്തിട്ട് പോവാം. അവിടെയാണ് നിങ്ങൾ കാണാത്ത കുറച്ച് സംഭവം ഇരിപ്പുണ്ട്, അതൊന്ന് കാണാം അല്ലേ? അപ്പൊ ഡോക്ടർ, ഇവിടെയാണ് നമ്മുടെ സോപ്പിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെയാണ്. ഇവിടെ ഇപ്പൊ എന്തൊക്കെ ഇരിക്കുന്നത്? ഇത് നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന മെഡിക്കേറ്റഡ് ഓയിൽ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ തൈലം അല്ലേ? തൈലം. ഇത് നമ്മുടെ മുൾട്ടാണി മിട്ടി ഇരിപ്പുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണ് ബീ വാക്സ്. തേനീച്ചയുടെ കൂടിൽ നിന്ന് എടുക്കുന്ന മെഴുക് അല്ലേ? മെഴുക്. ഇതാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. സാധാരണ സോപ്പിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പലരും പാരഫിൻ വാക്സ്, കാലൻഡുല വാക്സ് ഒക്കെയാണ് ഉപയോഗിക്കാറ്. അതായത് നമ്മുടെ മെഴുകുതിരിയുടെ വാക്സ് ഇല്ലേ, അതിന് പകരം നമ്മൾ ബീ വാക്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആയുർവേദ ആയതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആയുർവേദ സോപ്പ് ആയതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ആയുർവേദ സോപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബീ വാക്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്ര ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ ഇനി നേരെ നമ്മുടെ സോപ്പിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അൻവറെ, നമ്മൾ വി വാക്സ് വന്നു. അപ്പൊ നമ്മൾ വി വാക്സിന്റെ അകത്ത് നമ്മൾ ഉരുക്കിയെടുക്കാൻ പോകണം അല്ലേ? ഈ തൈലത്തിലാണ് ഉരുക്കിയെടുക്കുന്നത് അല്ലേ? ഇതിപ്പോ നമ്മൾ എടുത്തു വെച്ചാൽ ഇതിന്റെ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കറക്റ്റ് ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്താണ്. ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ മിട്ടാൻ മുട്ടി കയറാൻ പോകുന്നത് അപ്പുറത്തെ തൈലത്തിലാണ് അല്ലേ? ഇത് ഇനി ഇവിടെ കിടന്ന് ഉരുകി വരും അല്ലേ? നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ മിട്ടാൻ മുട്ടി അല്ലേ? അതങ്ങ് ആഡ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഈ മഡ് സോപ്പിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യണത്. നമ്മൾ ഈ എല്ലാ സാധനങ്ങളും തൈലത്തിലാണ് അല്ലേ? വാക്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മിട്ടാമിട്ടി ആയാലും എല്ലാം നമ്മൾ ഈ പറയുന്ന തൈലത്തിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അതായത് തൈലമാണ് നമ്മുടെ മാസ്റ്റർ പീസ് അല്ലേ? തൈലവും അതുപോലെ തന്നെ നമ്മുടെ ഈ മുൾത്താനി മിട്ടിയും ചേർന്ന് കഴിയുമ്പോൾ ഒരു ആയുർവേദിക് ഒരു എഫക്റ്റ് കൊണ്ടാണ് നമുക്ക് ഈ സോപ്പിനുള്ള ഗുണങ്ങളൊക്കെ കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനകത്തോട് എന്നാ വീണോണ്ടിരിക്കുന്നത് എന്താണത്? ഇത് നമ്മൾ വെളിച്ചെണ്ണ നേരത്തെ വെസലിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. ഒരു 300 ബാച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ നമ്മൾ വെസലിൽ ചൂടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ താഴെ തൈലത്തിന്റെ ഒപ്പം മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ബീ വാക്സും അതേപോലെ തന്നെ മുൾട്ടാനി മിട്ടിയും നമ്മൾ ഇതിനകത്തേക്കും ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇതിപ്പോ നമ്മൾ എന്താണ്? ഇത് നമ്മുടെ മുൾട്ടാൻ മിട്ടിയാണ്. ഇതാണ് നമ്മുടെ മെയിൻ കണ്ടന്റ്. നമ്മുടെ തൈലവും ഇതിന്റെ അകത്ത് മെയിൻ ആണ്, അതുപോലെ മിൾട്ടാൻ മിട്ടിയും. ഇത് രണ്ടും കൂടെയുള്ള കോംബോയാണ് ആക്ച്വലി ഈ പറയുന്ന മഡ് സോപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത് അകത്തോട്ട്. ഇതിനോടൊപ്പം തന്നെ ഇനി കയറാനുള്ളത് ബീ വാക്സ് ആണല്ലേ? തൈലത്തിൽ മിക്സ് ചെയ്ത് ബീ വാക്സ് ആണ് കയറാനുള്ളത്. അത് തൊട്ട് പുറകെ കയറും. നമ്മുടെ രണ്ടാമത്തെ അല്ലേ? ബീ വാക്സ് അല്ലേ? ബീ വാക്സ്. ഇത് നമ്മൾ ഇതിന്റെ അതിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മിക്സ് ചെയ്യും അല്ലേ? ഓരോ സംഭവം മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് രണ്ട് കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് നമ്മൾ ലൈ പമ്പ് ചെയ്യാന്നുള്ളതാണ്. ലൈ പമ്പ് ചെയ്യാന്നുള്ളതാണല്ലേ? അൻസാറേ, ഇതെന്താണ് സ്പ്രേ ആയിട്ട് വരുന്ന സംഭവം? എന്താണ് ഇത്? കോസ്റ്റിക് ലൈ എന്ന് പറയും. ലൈ അതായത് കോസ്റ്റിക് സോഡയും വെള്ളവും ചേർന്ന മിക്സ് ആണ്. അതാണ് ഈ വന്നോണ്ടിരിക്കുന്നത് അല്ലേ? ലാസ്റ്റ്
പ്രോസസ്സിംഗ് അതെ അതെ ഇനി ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത് പതഞ്ഞ് പൊങ്ങാണ്. അതെ അതെ ഇത് കറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിന് റിയാക്ഷന് വേണ്ടി നമ്മൾ കുറച്ച് സമയം കൊടുക്കും. അപ്പൊ അത് ആ സമയത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആ സമയത്ത് മിക്സ് ഇല്ലാതെ തന്നെ വെച്ചിട്ട് പ്രൊസീജിയറിന് വേണ്ടി സമയം നമ്മൾ കൊടുക്കും. അത് ഏകദേശം എത്ര സമയം എടുക്കും? അത് 3/4 മണിക്കൂർ എന്തായാലും സമയം കൊടുക്കും. 3/4 മണിക്കൂർ കൊണ്ടേ ഉള്ളൂ ഈ സാധനം അതെ നമ്മളെ സോപ്പ് കൺവേർട്ടായി വരുള്ളൂ അല്ലേ? അതെ 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 ഇത് നമ്മുടെ സോപ്പിന്റെ ഇതിന്റെ ലാസ്റ്റ് പ്രൊസീജിയർ ആണ്. നമ്മൾ ഇതിന് സോപ്പിന് വേണ്ട കറക്റ്റ് സ്മെല്ല് കിട്ടാൻ വേണ്ടി പെർഫ്യൂം ആഡ് ചെയ്യുന്നതാണ്. ഓ, പെർഫ്യൂം ആഡ് ചെയ്യുന്നല്ലേ? അതെ അതെ ഇതാണ് നമുക്ക് വേണ്ടി മാത്രം കസ്റ്റം ചെയ്ത സ്മെല്ല് അല്ലേ? ഓക്കെ. ഇത് ഈ സോപ്പ് നമ്മുടെ ഈ പറയുന്ന അഷ്ടപതിയുടെ ഈ മഡ് സോപ്പിന്റെ സ്മെല്ല് ഇതൊരു കസ്റ്റം ചെയ്ത സ്മെല്ലാണ്. ആ സ്മെല്ലാണ് ഇത് ഇപ്പം മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഓൾറെഡി സോപ്പ് ഫൈനലായി റെഡി. നമ്മൾ സ്മെല്ലും എല്ലാം ആഡ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ നേരെ ട്രെയിലോട്ട് മാറ്റിയാണല്ലേ? ട്രെയിലോട്ട് മാറ്റിയല്ലേ അൻസാറേ? അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ ഇപ്പൊ പ്രോസസ് ചെയ്ത സോപ്പാണല്ലോ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ നേരത്തെ നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് മോൾഡിൽ പിടിച്ച ഓരോ മോൾഡുമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ നമ്മൾ 4 ദിവസം മുമ്പ് ചെയ്തതാണല്ലേ? അതെ അതെ 2 ദിവസം മുമ്പൊക്കെ പ്രൊഡക്ഷൻ എടുത്ത് വച്ചേക്കുന്നതാണ്, ക്യൂറിംഗിന് വേണ്ടി വച്ചിരിക്കുന്നതാണ്. അത് 4ാമത്തെ ദിവസം അല്ലേ നമ്മൾ ഇത്? 4 ദിവസത്തിന് ശേഷം മാത്രമാണ് നമ്മൾ കട്ടിങ്ങിലേക്ക് പോകും. ഇതിപ്പോ കട്ടിങ്ങിലേക്ക് പോയാലോ? ഇപ്പം കട്ടിങ്ങിലേക്ക് കൊണ്ടുപോകും. കട്ടിങ്ങിലേക്ക് പോകും. ഇത് ഭയങ്കര ഫാസ്റ്റ് മൂവ്മെന്റ് ആണല്ലേ? അതെ അതെ ന്യൂമാറ്റിക്കിൽ വർക്ക് ചെയ്യുന്നത്. ഫുള്ള് നമ്മളിപ്പോ വെച്ചത് ഫുള്ള് കട്ട് ചെയ്ത് ഫുള്ള് സോപ്പായിട്ട് വന്നു. ഇത് ഇനി നേരെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പഞ്ചിങ്ങിലോട്ടാണ് പോകുന്നത്, സ്റ്റാമ്പിങ്ങിലോട്ടാണ് പോകുന്നത്. ഇത്ര നേരം നമ്മൾ കണ്ട ആ സോപ്പിന്റെ പ്രൊഡക്ഷൻ ആണ് ഈ സെക്ഷനാണ് ഇതിന്റെ പാക്കിംഗ് നടക്കുന്നത്. കണ്ടാ, ഇതാണ് നമ്മുടെ അഷ്ടപതി മഡ് സോപ്പ്. ആ മഡ് സോപ്പിൻ്റെ MD ആണ് ഈ നിൽക്കുന്ന ബാബു സാറേ. ഇങ്ങനൊരു കോൺസെപ്റ്റ് പല സോപ്പുകളും വിപണിയിലുണ്ട്. ഈ മഡ് സോപ്പ് എന്നൊരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് മൃതിക സ്നാനം എന്ന് പറഞ്ഞ ഒരു പഴയ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ മഡ് സോപ്പിലേക്ക് എത്തുന്നത്. പിന്നെ ഇതൊരു കൺസെപ്റ്റ് സോപ്പാണ് എന്ന് പറയാൻ കാരണം ഇതൊരു ഫേഷ്യൽ സോപ്പ് കൂടിയാണ്. ഫേഷ്യൽ സോപ്പ്, അതെ. അപ്പോൾ മുഖത്തിനും അതുപോലെ തന്നെ ശരീരത്തിനും ഉപയോഗിക്കാവുന്ന ഒരു സോപ്പാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊരു കൺസെപ്റ്റ് സോപ്പാണ് പറയുന്നത്. ഇതൊരു മൾട്ടി പർപ്പസ് ആണ്. അതായത് നമ്മൾ ഡെയിലി രാവിലെ വാഷ് ചെയ്യാനൊക്കെ നമുക്ക് വേറെ അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു ഫേസ് വാഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പറയുന്ന മഡ് സോപ്പ് അതിനും ഉപയോഗപ്പെടുന്ന ഒരു സോപ്പാണ്. നിങ്ങളിലേക്കാണ് ഈ സാധനം എത്തിക്കുന്നത്. ഇത് വിപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആമസോണിലും അതുപോലെ ലുലുവിലും മിക്ക സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. അതുകൂടാതെ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപ്പ് ഓൺലൈനിൽ അയച്ചു കിട്ടും. അതുമാത്രമല്ല, ഇതിൻ്റെ ഏജൻസി വേണമെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.